ഇന്ത്യൻ സർക്കാർ ഹൈദരാബാദിൽ സൈനിക നടപടികൾ ആരംഭിച്ചത് എന്നാണ്? 1948 സെപ്റ്റംബർ 13. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 1948 സെപ്റ്റംബർ 13 ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ സൈനിക നടപടികൾ ആരംഭിച്ചു. ഇത് ഹൈദരാബാദിനെ ഇന്ത്യയോട് ചേർക്കാൻ സഹായിച്ചു. ഹൈദരാബാദ് നാട്ടുരാജ്യത്തിന്റെ സൈനിക കമാൻഡർ ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന് കീഴടങ്ങിയത് എപ്പോഴാണ്? മേജർ ജനറൽ ഇ.എൽ. ഇഡ്രൂസ്. ഓപ്പറേഷൻ പോളോയെ തുടർന്ന് ഹൈദരാബാദിന്റെ സൈനിക കമാൻഡറായ മേജർ ജനറൽ ഇ.എൽ. ഇഡ്രൂസ് 1948 സെപ്റ്റംബർ 17 ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഇത് ഹൈദരാബാദിന്റെ ഇന്ത്യയിലേക്കുള്ള ലയനത്തിൽ നിർണായകമായിരുന്നു. ഹൈദരാബാദിന്റെ ലയനത്തിനായുള്ള സൈനിക നടപടിക്ക് ഇന്ത്യൻ സർക്കാർ നൽകിയ പേര് എന്തായിരുന്നു? ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി 1948 ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്നത്. ഈ നടപടി ഹൈദരാബാദിന്റെ ലയനം ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കശ്മീരിനായുള്ള ലയനക്കരാറിൽ രാജാ ഹരിസിംഗ് ഒപ്പുവെച്ചത് എന്നാണ്? 1947 ഒക്ടോബർ 26. പാകിസ്ഥാൻ പിന്തുണയോടെയുള്ള ഗോത്രവർഗക്കാരുടെ ആക്രമണത്തെ തുടർന്ന് കശ്മീർ രാജാവായ ഹരിസിംഗ് 1947 ഒക്ടോബർ 26 ഇന്ത്യയുമായി ലയനക്കരാറിൽ ഒപ്പുവെച്ചു. ഇത് ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനമായി മാറി. ജമ്മു കാശ്മീർ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്ന്? 1951 ഒക്ടോബർ 31. ജമ്മു കാശ്മീർ ഭരണഘടനാ നിർമ്മാണ സഭ 1951 ഒക്ടോബർ 31 രൂപീകരിച്ചത്. ഈ സഭ ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുകയും ഇന്ത്യയുമായുള്ള ലയനം അംഗീകരിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിന്റെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള ലയനം അവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? 1954 ഫെബ്രുവരി 15. ജമ്മു കാശ്മീരിന്റെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള ലയനം ഭരണഘടനാ നിർമ്മാണ സഭ 1954 ഫെബ്രുവരി 15 ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ നടപടി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഉറപ്പിച്ചു. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിലെ ആദ്യത്തെ സദർ-ഇ-റിയാസത്തും വസീർ-ഇ-അസമും ആരായിരുന്നു? കരൺ സിംഗ്. സദർ-ഇ-റിയാസത്ത് ഷെയ്ഖ് അബ്ദുള്ള, വസീർ-ഇ-അസം. ആർട്ടിക്കിൾ 370 പ്രകാരം കരൺ സിംഗ് ജമ്മു കാശ്മീരിലെ ആദ്യത്തെ സദർ-ഇ-റിയാസത്ത് സംസ്ഥാനത്തിന്റെ തലവൻ ആയി നിയമിതനായി. ഷെയ്ഖ് അബ്ദുള്ളയായിരുന്നു ആദ്യത്തെ വസീർ-ഇ-അസം പ്രധാനമന്ത്രി. ഇവർക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ നിർണായക പങ്കുണ്ടായിരുന്നു. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിനു മാത്രമായി ഒരു പ്രത്യേക ഭരണഘടന അവിടുത്തെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത് എന്ന്? 1956 നവംബർ 17. ജമ്മു കാശ്മീരിനായുള്ള പ്രത്യേക ഭരണഘടന 1956 നവംബർ 17 ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കി. ആർട്ടിക്കിൾ 370 പ്രകാരം സംസ്ഥാനത്തിന് നൽകിയിരുന്ന പ്രത്യേക പദവിക്ക് ഇത് നിയമപരമായ അടിത്തറ നൽകി. ജമ്മു കാശ്മീരിലെ പുതിയ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1957 ജനുവരി 26. ജമ്മു കാശ്മീരിലെ പുതിയ ഭരണഘടന 1957 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നു. ഈ ദിവസം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനവുമായി യോജിപ്പിച്ച് സംസ്ഥാനത്തിന്റെ നിയമപരമായ സ്വയംഭരണാധികാരം ഊന്നിപ്പറയുന്നു. ജമ്മു കാശ്മീരിൽ സദർ-ഇ-റിയാസത്ത്, വസീർ-ഇ-അസം എന്നീ പദവികൾ നിർത്തലാക്കിയത് എന്ന്? 1965 ആറാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം. 1965 ആറാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ജമ്മു കാശ്മീരിലെ സദർ-ഇ-റിയാസത്ത്, വസീർ-ഇ-അസം എന്നീ പദവികൾ നിർത്തലാക്കി. ഇതിനുശേഷം സംസ്ഥാന തലവനെ ഗവർണർ എന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി എന്നും വിളിക്കാൻ തുടങ്ങി. ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി കൂടുതൽ യോജിപ്പിലെത്താൻ സഹായിച്ചു. ആർട്ടിക്കിൾ 370 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് രാഷ്ട്രപതി ഭരണഘടന ജമ്മു കാശ്മീരിന് ബാധകമാക്കിയത് ഉത്തരവ് 2019 പുറപ്പെടുവിച്ചത് എന്ന്? 2019 ഓഗസ്റ്റ് 5. ആർട്ടിക്കിൾ 370 വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ഭരണഘടന ജമ്മു കാശ്മീരിന് ബാധകമാക്കിയത് ഉത്തരവ്
2019 ഓഗസ്റ്റ് 5 പുറപ്പെടുവിച്ചു. ഈ ഉത്തരവിലൂടെ ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവികൾ റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. 1954 ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് പ്രദേശങ്ങൾ ഏവ? പുതുച്ചേരി, കാരക്കൽ, മാഹി, ചന്ദൻനഗർ. 1954 ഫ്രാൻസ് തങ്ങളുടെ ഇന്ത്യൻ കോളനികളായ പുതുച്ചേരി, കാരക്കൽ, മാഹി, ചന്ദൻനഗർ എന്നിവ ഇന്ത്യക്ക് കൈമാറി. ഈ പ്രദേശങ്ങൾ പിന്നീട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. പുതുച്ചേരി ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറി. 1961 ഇന്ത്യയിൽ ലയിപ്പിച്ച പോർച്ചുഗീസ് പ്രദേശങ്ങൾ ഏവ? ഗോവ, ദാമൻ, ദിയു. 1961 ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെ പോർച്ചുഗീസ് കോളനികളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവയെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ ലയനം ഇന്ത്യയിലെ യൂറോപ്യൻ കൊളോണിയൽ ഭരണം പൂർണ്ണമായി അവസാനിപ്പിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല കരാർ ഒപ്പുവെച്ചതെന്ന്? 1972 ജൂലൈ 2. 1972 ജൂലൈ 2 ഷിംലയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിംല കരാർ ഒപ്പുവെച്ചു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനവും നല്ല ബന്ധവും ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1952. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ 25 ആരംഭിച്ച് 1952 ഫെബ്രുവരി 21 അവസാനിച്ചു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നടന്ന ഈ തിരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഭാവിയുടെ അടിസ്ഥാനമിട്ടത്. നാഗാലാൻഡ് ഇന്ത്യയുടെ 16ാമത്തെ സംസ്ഥാനമായി മാറിയത് എപ്പോഴാണ്? 1962. 1962 നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു. ഇത് വടക്കുകിഴക്കൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രധാന മാറ്റം വരുത്തി. അസം സംസ്ഥാനത്തിലെ നാഗാ ഹിൽസ് ജില്ലയെയും തുയൻസാങ് ഏരിയയെയും സംയോജിപ്പിച്ചാണ് നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിച്ചത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ആദ്യമായി എവിടെ, എപ്പോഴാണ് സ്ഥാപിച്ചത്? 1959 രാജസ്ഥാനിലെ നാഗൌറിൽ. ഗ്രാമീണ സ്വയംഭരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 1959 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ രാജസ്ഥാനിലെ നാഗൌറിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ഇത് താഴെത്തലത്തിലുള്ള ജനാധിപത്യ ശാക്തീകരണത്തിനായുള്ള സുപ്രധാന ചുവടുവെപ്പായിരുന്നു. താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് എപ്പോഴാണ്? ആരെല്ലാം തമ്മിലാണ്? 1966 ജനുവരി 10 ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിൽ. 1965 ഇന്ത്യ പാക് യുദ്ധത്തിനുശേഷം സമാധാനം സ്ഥാപിക്കുന്നതിനായി 1966 ജനുവരി 10 സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. ഈ കരാർ ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ ലാൽ ബഹാദൂർ ശാസ്ത്രി താഷ്കന്റിൽ വെച്ച് അന്തരിച്ചു. ബംഗ്ലാദേശ് രൂപീകൃതമായത് എപ്പോഴാണ്? 1971 ഡിസംബർ 16. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഡിസംബർ 16 ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലവിൽ വന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ബംഗ്ലാദേശായി മാറിയ ഈ ദിനം വിജയ് ദിവസ് ആയി ഇന്ത്യയിലും ബിജോയ് ദിവസ് ആയി ബംഗ്ലാദേശിലും ആഘോഷിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1954 ഏപ്രിൽ 29. സമാധാനപരമായ സഹവർത്തിത്വത്തിനായുള്ള 5 തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചശീല കരാർ 1954 ഏപ്രിൽ 29 ഇന്ത്യയും ചൈനയും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ഷൌ എൻലായിയും തമ്മിലാണ് ഈ കരാർ ഒപ്പിട്ടത്. ചൈന ഇന്ത്യയെ ആക്രമിച്ചത് എപ്പോഴാണ്? 1962 ഒക്ടോബർ 20. 1962 ഒക്ടോബർ 20 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ഇത് ഇന്ത്യ ചൈന യുദ്ധത്തിന് കാരണമായി. അതിർത്തി തർക്കങ്ങളായിരുന്നു ഈ യുദ്ധത്തിന്റെ പ്രധാന കാരണം. ഹിമാലയൻ അതിർത്തി പ്രദേശങ്ങളായ അക്സായ ചിൻ, വടക്ക് കിഴക്കൻ അതിർത്തി ഏജൻസി NEFA എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനമായും യുദ്ധം നടന്നത്. ബാന്തുങ് സമ്മേളനം ഇവിടെ, എപ്പോഴാണ് നടന്നത്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് സംയുക്തമായി സംഘടിപ്പിച്ചത്?
1955 ഏപ്രിലിൽ ഇന്തോനേഷ്യയിലെ ബാന്തുങ് നഗരത്തിൽ ഇന്ത്യ, ബർമ്മ, ഇന്തോനേഷ്യ എന്നിവർ ചേർന്ന് സംഘടിപ്പിച്ചു. ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും കോളനിവൽക്കരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിനും വേണ്ടി 1955 ഏപ്രിലിൽ ഇന്തോനേഷ്യയിലെ ബാന്തുങ്ങിൽ വെച്ച് സമ്മേളനം നടന്നു. ഈ സമ്മേളനം ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. 1961 സെപ്റ്റംബറിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രധാന സ്ഥാപകർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, ഇന്ത്യ, കേണൽ നാസർ, ഈജിപ്ത്, മാർഷൽ ടിറ്റോ, യുഗോസ്ലാവിയ. ശീതയുദ്ധകാലത്ത് ലോകത്തിലെ രണ്ട് പ്രധാന ശക്തിചേരികളിലും ചേരാതെ സ്വതന്ത്രമായ വിദേശനയം സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത ചേരിചേരാ പ്രസ്ഥാനം 1961 സെപ്റ്റംബറിൽ രൂപീകൃതമായി. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, ജോസിബ് ബ്രൂസ് ടിറ്റോ എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന ശില്പികൾ. ആദ്യ ചേരിചേരാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബെൽഗ്രേഡ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി 1961 സെപ്റ്റംബറിൽ അന്നത്തെ യുഗോസ്ലാവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽഗ്രേഡിൽ നടന്നു. ഇത് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക തുടക്കത്തെ അടയാളപ്പെടുത്തുകയും ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തിയുടെ ഉദയം പ്രഖ്യാപിക്കുകയും ചെയ്തു. നവോത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പുനർജന്മം. നവോത്ഥാനം എന്നത് യൂറോപ്യൻ ചരിത്രത്തിലെ കലാപരവും സാംസ്കാരികവും സാമ്പത്തികവും ബൗദ്ധികവുമായ ഒരു വലിയ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടം പഴയ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആധുനിക ലോകത്തിന്റെ അടിത്തറ പാകുന്നതിനും സഹായിച്ചു. നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? അതിന്റെ ഏറ്റവും വലിയ കേന്ദ്രം ഏത് നഗരമായിരുന്നു? ഇറ്റലി, ഫ്ലോറൻസ്. നവോത്ഥാനം ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലാണ് ആരംഭിച്ചത്. മെഡിസി കുടുംബത്തിന്റെ രക്ഷാകർതൃത്വത്തിൽ കലയ്ക്കും ശാസ്ത്രത്തിനും വലിയ പ്രോത്സാഹനം ലഭിച്ചതിനാലാണ് ഫ്ലോറൻസ് ഈ മുന്നേറ്റത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയത്. പേപ്പർ കണ്ടുപിടിച്ച രാജ്യമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ചൈന. പേപ്പറിന്റെ കണ്ടുപിടുത്തം ചൈനീസ് സംസ്കാരത്തിലെ ഒരു പ്രധാന നേട്ടമാണ്. AD 105-ൽ കായലൂൺ എന്ന വ്യക്തിയാണ് ആധുനിക പേപ്പർ നിർമ്മാണരീതിക്ക് തുടക്കമിട്ടതെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇത് അറിവിന്റെയും ആശയവിനിമയത്തിന്റെയും വ്യാപനത്തിന് വലിയ സംഭാവന നൽകി. ദൈവത്തേക്കാൾ മനുഷ്യന് പ്രാധാന്യം നൽകിക്കൊണ്ട് നവോത്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ കാതൽ എന്തായിരുന്നു? മാനവികത, ഹ്യൂമനിസം. മാനവികത എന്നത് നവോത്ഥാനത്തിന്റെ കേന്ദ്ര ആശയങ്ങളിലൊന്നാണ്. ഇത് മനുഷ്യന്റെ കഴിവുകൾ, നേട്ടങ്ങൾ, മൂല്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകി മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്രപരമായ ലോകവീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി മാനുഷിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. നവോത്ഥാന കാലഘട്ടത്തിലെ മാനവികതയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? പെട്രാർക്ക്. ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഒരു ഇറ്റാലിയൻ പണ്ഡിതനും കവിയുമായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും മാനവികതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. പുരാതന ഗ്രീക്ക് റോമൻ സാഹിത്യങ്ങളുടെ പഠനത്തിലൂടെയും പ്രചാരണത്തിലൂടെയും അദ്ദേഹം നവോത്ഥാന മാനവികതയ്ക്ക് വഴിയൊരുക്കി. നവോത്ഥാനത്തിന്റെ മുന്നോടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ഡാന്റെ. ഡാന്റെ അലിഗിയേരി ഒരു ഇറ്റാലിയൻ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഡിവിന കോമഡി എന്ന കൃതി ലത്തീൻ ഭാഷയല്ലാത്ത ഒരു പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ പ്രധാന സാഹിത്യകൃതികളിൽ ഒന്നായിരുന്നു. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തിലും നവോത്ഥാനത്തിന്റെ തുടക്കത്തിലുമുള്ള ഒരു പ്രധാന വ്യക്തിത്വമായി ഡാന്റെയെ കണക്കാക്കുന്നു. ക്രിസ്ത്യൻ കഥകളും ദൈവശാസ്ത്രവും ചർച്ച ചെയ്യുന്ന ഡാന്റെയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ഏതാണ്? ഡിവൈൻ കോമഡി. ഡിവൈൻ കോമഡി. ഡിവിന കോമഡി ഡാന്റെ അലിഗിയേരിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. നരകം, ശുദ്ധീകരണസ്ഥലം, സ്വർഗം എന്നിവിടങ്ങളിലൂടെയുള്ള ഒരു ഭാവനാത്മക യാത്ര ഇതിൽ വിവരിക്കുന്നു. ഇത് ലോകസാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃതിയായി കണക്കാക്കപ്പെടുന്നു. ഡെക്കാമെറോൺ എന്ന കഥാസമാഹാരം രചിച്ചത് ആരാണ്? ബൊക്കാച്ചിയോ. ജിയോവന്നി ബൊക്കാച്ചിയോ ഒരു ഇറ്റാലിയൻ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഡെക്കാമെറോൺ യൂറോപ്പിലെ പ്ലേഗ് കാലഘട്ടത്തിൽ 10 യുവാക്കൾ 10 ദിവസം കൊണ്ട് പറയുന്ന 100 കഥകളുടെ സമാഹാരമാണ്. നവോത്ഥാന സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണിത്. പ്രശസ്തമായ ദി പ്രിൻസ് എന്ന കൃതി രചിച്ചത് ആരാണ്? മാക്കിയവെല്ലി.
നിക്കോളോ മാക്കിയവെല്ലി ഒരു ഇറ്റാലിയൻ നയതന്ത്രജ്ഞനും തത്വചിന്തകനും എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദി പ്രിൻസ് എന്നത് ഒരു ഭരണാധികാരി എങ്ങനെ അധികാരം നേടുകയും നിലനിർത്തുകയും ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രബന്ധമാണ്. ആധുനിക രാഷ്ട്രീയ തത്വചിന്തയുടെ ഒരു പ്രധാന ഗ്രന്ഥമായി ഇത് കണക്കാക്കപ്പെടുന്നു. യൂട്ടോപ്പിയ എന്ന കൃതി രചിച്ചത് ആരാണ്? സർ തോമസ് മൂർ. സർ തോമസ് മൂർ ഒരു ഇംഗ്ലീഷ് അഭിഭാഷകനും സാമൂഹിക തത്വചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന്റെ യൂട്ടോപ്പിയ എന്ന പുസ്തകം ഒരു സാങ്കൽപ്പിക ദ്വീപ് സമൂഹത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥകളെയും സാമൂഹിക മതപരമായ സമ്പ്രദായങ്ങളെയും വിവരിക്കുന്നു. യൂട്ടോപിയൻ എന്ന പദം ഈ കൃതിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ബൈബിളിനെ ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാര്? മാർട്ടിൻ ലൂതർ. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെ പ്രമുഖ വക്താവായിരുന്നു മാർട്ടിൻ ലൂതർ. ലൂതർ ബൈബിളിനെ ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സാധാരണക്കാർക്ക് ബൈബിൾ വായിക്കാൻ സഹായകമായി. ഇത് മതപരവും സാംസ്കാരികവുമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. മാനവികതാവാദികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഇറാസ്മസ്. ഡച്ച് തത്വചിന്തകനും കത്തോലിക്ക പുരോഹിതനുമായിരുന്ന ഇറാസ്മസ് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖ മാനവികതാവാദിയായിരുന്നു. അദ്ദേഹം ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തെയും മതപരിഷ്കരണത്തെയും പിന്തുണച്ചു. പ്രൈസ് ഓഫ് ഫോളിയുടെ രചയിതാവ് ആര്? ഇറാസ്മസ്. ഇറാസ്മസിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ് പ്രൈസ് ഓഫ് ഫോളി, ദ പ്രേസ് ഓഫ് ഫോളി. ഈ ആക്ഷേപഹാസ്യ കൃതി യൂറോപ്പിലെ സമൂഹത്തിലും പള്ളിയിലുമുള്ള അന്ധവിശ്വാസങ്ങളെയും അഴിമതികളെയും വിമർശിച്ചു. പ്രശസ്തമായ ഡോൺ ക്വിക്സോട്ട് രചിച്ചത് ആര്? സെർവാൻഡസ്. സ്പാനിഷ് എഴുത്തുകാരനായ മിഗൽ ഡി സെർവാൻഡസ് ആണ് ഡോൺ ക്വിക്സോട്ട് എന്ന വിശ്വവിഖ്യാതമായ നോവൽ രചിച്ചത്. ലോകസാഹിത്യത്തിലെ ഒരു പ്രധാന കൃതിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഷേക്സ്പിയറുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്ന് ഏതാണ്? റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഇംഗ്ലീഷ് നാടകകൃത്തായ വില്യം ഷേക്സ്പിയറുടെ ഏറ്റവും പ്രശസ്തമായ ദുരന്ത നാടകങ്ങളിലൊന്നാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഇത് ലോകമെമ്പാടും പ്രണയ ദുരന്തത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രശസ്തരായ ചില ചിത്രകാരന്മാരുടെ പേരുകൾ പറയുക. ലിയോനാർഡോ ഡാ വിഞ്ചി, മൈക്കലാഞ്ചലോ, റാഫേൽ, ടിഷ്യൻ. ഇവർ നവോത്ഥാന കലയുടെ സുവർണ കാലഘട്ടത്തിലെ പ്രമുഖ ചിത്രകാരന്മാരും ശില്പികളുമായിരുന്നു. അവരുടെ കലാസൃഷ്ടികൾ മനുഷ്യരൂപത്തിന്റെ പൂർണ്ണതയും ഭാവനാസമ്പന്നമായ ആവിഷ്കാരങ്ങളും കൊണ്ട് വേറിട്ടുനിന്നു. ലിയോനാർഡോ ഡാ വിഞ്ചിയുടേതായി ആരോപിക്കപ്പെടുന്ന പ്രശസ്തമായ ചിത്രങ്ങൾ ഏവയാണ്? അവസാനത്തെ അത്താഴം, ലാസ്റ്റ് സപ്പർ, മോണാലിസ, വിർജിൻ ഓഫ് ദ റോക്സ്, വെർജിൻ ഓഫ് ദ റോക്സ്. ലിയോനാർഡോ ഡാ വിഞ്ചി നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രതിഭാശാലിയായ കലാകാരനും ശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങൾ കലാലോകത്ത് അനശ്വരമായ സ്ഥാനം നേടിയിട്ടുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയുടെ പിതാവ് എന്ന് ആരെയാണ് കണക്കാക്കുന്നത്? ജിയോട്ടോ. നവോത്ഥാന ചിത്രകലയ്ക്ക് വഴി തുറന്ന പ്രധാന ചിത്രകാരനായി ജിയോട്ടോയെ കണക്കാക്കുന്നു. ബൈസന്റൈൻ കലാരീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിത്രങ്ങൾക്ക് കൂടുതൽ യാഥാർത്ഥ്യബോധവും മാനുഷിക വികാരങ്ങളും നൽകിയ ആദ്യകാല കലാകാരനായിരുന്നു അദ്ദേഹം. മൈക്കലാഞ്ചലോയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? അവസാന വിധി, ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, സിസ്റ്റിൻ ചാപ്പൽ സീലിംഗിലെ ഫ്രെസ്കോകൾ, ദി ഫാൾ ഓഫ് എ മാൻ ഉൾപ്പെടെ. മൈക്കലാഞ്ചലോ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ചിത്രങ്ങൾ മനുഷ്യരൂപത്തിന്റെ മാസ്മരിക സൗന്ദര്യവും ആത്മീയ ഗാംഭീര്യവും വിളിച്ചോതുന്നു. പ്രശസ്തമായ സിസ്റ്റിൻ മഡോണ എന്ന ചിത്രം വരച്ചത് ആര്? റാഫേൽ. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രമുഖ ചിത്രകാരനായ റാഫേൽ വരച്ച ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളിൽ ഒന്നാണ് സിസ്റ്റിൻ മഡോണ. ഈ ചിത്രം അതിന്റെ സൗന്ദര്യത്തിനും ആത്മീയതയ്ക്കും പേരുകേട്ടതാണ്. ടോളമിയുടെ ഭൂകേന്ദ്രീകൃത സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കുകയും സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം, ഹീലിയോസെൻട്രിക് തിയറി, മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് ആര്? കോപ്പർനിക്കസ്. നിക്കോളാസ് കോപ്പർനിക്കസ് 16-ാം നൂറ്റാണ്ടിലെ ഒരു ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദ റെവല്യൂഷൻ ഐബാസ് ഓബിയം കോലസ്റ്റിയം എന്ന ഗ്രന്ഥത്തിലാണ് സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത്.
ഇത് ജ്യോതിശാസ്ത്രത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് കാരണമായി. സാർവത്രിക ഗുരുത്വാകർഷണ നിയമം, ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ആവിഷ്കരിച്ചത് ആര്? ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ 1687-ൽ പുറത്തിറക്കിയ ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിലാണ് ഗുരുത്വാകർഷണ നിയമം അവതരിപ്പിച്ചത്. ഈ നിയമം പ്രപഞ്ചത്തിലെ ഏതൊരു രണ്ട് വസ്തുക്കളും അവയുടെ പിണ്ഡങ്ങളെയും അവ തമ്മിലുള്ള ദൂരത്തെയും ആശ്രയിച്ച് പരസ്പരം ആകർഷിക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ഇത് ക്ലാസിക്കൽ ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. മതനവീകരണ പ്രസ്ഥാനത്തിന്റെ റെഫർമേഷൻ മൂവ്മെന്റ് പ്രധാന പ്രചാരകനാര്? മാർട്ടിൻ ലൂതർ. ജർമ്മൻ സന്യാസിയും ദൈവശാസ്ത്രജ്ഞനുമായ മാർട്ടിൻ ലൂതർ ആണ് 16-ാം നൂറ്റാണ്ടിലെ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. 1517-ൽ അദ്ദേഹം വിറ്റൻബർഗ് പള്ളിയിൽ 95 തിസീസുകൾ 95 തീസീസ് പ്രസിദ്ധീകരിച്ചത് കത്തോലിക്കാ സഭയുടെ ചില ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയും പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. മതനവീകരണ പ്രസ്ഥാനത്തിന്റെ പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ആര്? ജോൺ വൈക്ലിഫ്. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇംഗ്ലീഷ് ദൈവശാസ്ത്രജ്ഞനും പരിഷ്കർത്താവുമായിരുന്നു ജോൺ വൈക്ലിഫ്. കത്തോലിക്കാ സഭയിലെ പല ആചാരങ്ങളെയും അധികാരത്തെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ബൈബിൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലഭ്യമാക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇത് പിന്നീട് മാർട്ടിൻ ലൂതറിന്റെ മതനവീകരണത്തിന് ഒരു വഴികാട്ടിയായി. ആരുടെ പേരിലാണ് അമേരിക്കയ്ക്ക് പേര് ലഭിച്ചത്? അമേരിഗോ വെസ്പൂച്ചി. ഇറ്റാലിയൻ പര്യവേക്ഷകനും ഭൂപടനിർമ്മാതാവുമായിരുന്ന അമേരിഗോ വെസ്പൂച്ചിയുടെ പേരിലാണ് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾക്ക് പേര് ലഭിച്ചത്. ക്രിസ്റ്റഫർ കൊളംബസ് കണ്ടെത്തിയത് ഏഷ്യയുടെ ഭാഗങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്നപ്പോൾ വെസ്പൂച്ചി ഈ പുതിയ ഭൂപ്രദേശങ്ങൾ ഒരു പുതിയ ലോകമാണെന്ന് തിരിച്ചറിഞ്ഞു. 1507-ൽ മാർട്ടിൻ വാൾട്സിമുള്ളർ എന്ന ഭൂപടനിർമ്മാതാവാണ് വെസ്പൂച്ചിയോടുള്ള ആദരസൂചകമായി ഈ ഭൂഖണ്ഡത്തിന് അമേരിക്ക എന്ന് പേര് നൽകിയത്. കടൽമാർഗം ലോകം ചുറ്റിസഞ്ചരിച്ച ആദ്യത്തെ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നത് ആര്? ഫെർഡിനാൻഡ് മഗല്ലൻ. പോർച്ചുഗീസ് പര്യവേക്ഷകനായ ഫെർഡിനാൻഡ് മഗല്ലൻ 1519-ൽ സ്പെയിനിൽ നിന്ന് ഒരു സാഹസിക യാത്ര തുടങ്ങി. ഈ യാത്ര പൂർത്തിയാക്കുന്നതിനു മുൻപ് മഗല്ലൻ ഫിലിപ്പീൻസിൽ വെച്ച് കൊല്ലപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഘം ലോകം ചുറ്റിസഞ്ചരിച്ച് 1522-ൽ തിരിച്ചെത്തി. ഇത് ഭൂമി ഗോളാകൃതിയിലാണെന്നും സമുദ്രങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നുമുള്ള ധാരണ ഉറപ്പിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം ഏതായിരുന്നു? 1763-നും 1783-നും ഇടയിൽ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രധാനമായും 1763-ൽ ബ്രിട്ടൻ ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധത്തിൽ വിജയിച്ചതിനു ശേഷവും 1783-ലെ പാരിസ് ഉടമ്പടി പ്രകാരം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെയുമുള്ള കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് കോളനികളിൽ വർദ്ധിച്ചുവന്ന നികുതികളും നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കി. ഏതു വർഷമാണ് ബ്രിട്ടൻ പാരിസ് ഉടമ്പടിയിലൂടെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്? 1783 സെപ്റ്റംബറിൽ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഔദ്യോഗികമായ അന്ത്യം കുറിച്ച ഉടമ്പടിയാണ് 1783 സെപ്റ്റംബർ 3-ന് ഒപ്പിട്ട പാരിസ് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിച്ചു, അതിർത്തികൾ നിശ്ചയിക്കുകയും മറ്റു വിവിധ വ്യവസ്ഥകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തി ആരായിരുന്നു? സാമുവൽ ആഡംസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന നേതാവും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്നു സാമുവൽ ആഡംസ്. 1773-ലെ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവത്തിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ബ്രിട്ടന്റെ ടീ നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച കോളനിക്കാർ ബോസ്റ്റൺ തുറമുഖത്ത് ചായപ്പെട്ടികൾ നശിപ്പിച്ച ഈ സംഭവം സ്വാതന്ത്ര്യ സമരത്തിന് ആക്കം കൂട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രശസ്തമായ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യമാണിത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തതിനാൽ തങ്ങളുടെ മേൽ നികുതി ചുമത്താൻ ബ്രിട്ടന് അവകാശമില്ലെന്ന് അമേരിക്കൻ കോളനിക്കാർ വാദിച്ചു. ഈ മുദ്രാവാക്യം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ കോളനിക്കാരുടെ പ്രതിഷേധത്തിന്റെ കാതൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിലെ നായകനും പിന്നീട് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റുമായി മാറിയത് ആരാണ്?
ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ വിപ്ലവയുദ്ധത്തിൽ കോണ്ടിനെന്റൽ ആർമിയെ നയിക്കുകയും അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി 1789 മുതൽ 1797 വരെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? 1776 ജൂലൈ 4. 1776 ജൂലൈ 4 കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി അടയാളപ്പെടുത്തി. എല്ലാ വർഷവും ഈ ദിവസം അമേരിക്കയിൽ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1788. അമേരിക്കൻ ഭരണഘടന 1787 സെപ്റ്റംബർ 17 ഫിലാഡൽഫിയയിൽ വെച്ച് അംഗീകരിക്കപ്പെടുകയും 1788 ആവശ്യമായ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ലഭിച്ചതിനുശേഷം 1789 മാർച്ച് 4 പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിലൊന്നാണ്. അമേരിക്കയിലെ തദ്ദേശീയ ജനതയെ സാധാരണയായി ചരിത്രത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? റെഡ് ഇന്ത്യൻസ് അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ്, ഇൻഡിജിനസ് പീപ്പിൾസ്. അമേരിക്കയിലെ തദ്ദേശീയ ജനതയെ ചരിത്രപരമായി റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചിരുന്നുവെങ്കിലും ഇന്ന് നേറ്റീവ് അമേരിക്കൻസ് അല്ലെങ്കിൽ ഇൻഡിജിനസ് പീപ്പിൾസ് എന്ന പദങ്ങളാണ് കൂടുതൽ സ്വീകാര്യവും ശരിയുമായി കണക്കാക്കപ്പെടുന്നത്. അവർക്ക് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. ലോകത്ത് ഒരു ലിഖിത ഭരണഘടന നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകൾ ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന നടപ്പിലാക്കിയ രാജ്യമാണ്. 1787 രൂപീകരിച്ച ഈ ഭരണഘടന ജനാധിപത്യ ഭരണത്തിന് ഒരു മാതൃകയായി വർത്തിച്ചു. അമേരിക്കൻ സിവിൽ യുദ്ധം ആരംഭിച്ചത് എന്നാണ്? അതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? 1861 ഏപ്രിൽ 12 അടിമത്തത്തെ പിന്തുണച്ചിരുന്ന തെക്കൻ സംസ്ഥാനങ്ങളും അതിനെ എതിർത്തിരുന്ന വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് പ്രധാനമായും കാരണം. അമേരിക്കൻ സിവിൽ യുദ്ധം 1861 ഏപ്രിൽ 12 സുണ്ടർ കോട്ടയിലെ ആക്രമണത്തോടെ ആരംഭിച്ചു. അടിമത്തത്തെച്ചൊല്ലിയുള്ള സാമ്പത്തികവും സാമൂഹികവുമായ ഭിന്നതകളായിരുന്നു ഇതിന്റെ പ്രധാന കാരണം. ഇത് രാജ്യത്തെ യൂണിയൻ, കോൺഫെഡറേറ്റ് സംസ്ഥാനങ്ങളായി വിഭജിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ജർമ്മനി ഫ്രാൻസിനെയും റഷ്യയെയും ആക്രമിച്ചത് എന്നാണ്? 1914 ഓഗസ്റ്റ് 1 ജർമ്മനി ഫ്രാൻസിനെയും 1914 ഓഗസ്റ്റ് 3 റഷ്യയെയും ആക്രമിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭം കുറിച്ച പ്രധാന സംഭവങ്ങളായിരുന്നു ജർമ്മനിയുടെ ഈ ആക്രമണങ്ങൾ. ഇത് യുദ്ധം യൂറോപ്പിൽ അതിവേഗം വ്യാപിക്കുന്നതിന് കാരണമായി. അമേരിക്ക ഒന്നാം ലോകമഹായുദ്ധത്തിൽ ചേർന്നത് എന്നാണ്? 1917 ഏപ്രിൽ 6. ഒന്നാം ലോകമഹായുദ്ധത്തിൽ അമേരിക്കയുടെ പ്രവേശനം 1917 ഏപ്രിൽ 6 ഇത് സഖ്യകക്ഷികൾക്ക് കാര്യമായ പിന്തുണ നൽകുകയും യുദ്ധത്തിന്റെ ഗതി മാറ്റുകയും ചെയ്തു. അമേരിക്ക ഒന്നാം ലോകമഹായുദ്ധത്തിൽ ചേരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? വുഡ്രോ വിൽസൺ. വുഡ്രോ വിൽസൺ ആയിരുന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്ക യുദ്ധത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ഇറ്റലി ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളോടൊപ്പം ചേർന്നത് എന്നാണ്? 1915 ഏപ്രിൽ. 1915 ഏപ്രിലിൽ ഇറ്റലി സഖ്യകക്ഷികളോടൊപ്പം ചേർന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. നേരത്തെ ട്രിപ്പിൾ അലയൻസിൽ അംഗമായിരുന്നിട്ടും ഇറ്റലി ജർമ്മനിക്കും ഓസ്ട്രിയ ഹംഗറിക്കുമെതിരെയാണ് യുദ്ധത്തിൽ പ്രവേശിച്ചത്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് യുദ്ധം പ്രഖ്യാപിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ചേർന്നത്? 1914 ഓഗസ്റ്റ് 4. 1914 ഓഗസ്റ്റ് 4 ഗ്രേറ്റ് ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചത്. ബെൽജിയത്തിന്റെ നിഷ്പക്ഷത ലംഘിച്ച ജർമ്മനിയുടെ നടപടിയായിരുന്നു ബ്രിട്ടന്റെ യുദ്ധപ്രഖ്യാപനത്തിന് പ്രധാന കാരണം. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ചേരാനുണ്ടായ പ്രധാന കാരണം എന്തായിരുന്നു? നിഷ്പക്ഷ രാജ്യമായ ബെൽജിയത്തിലേക്ക് ജർമ്മൻ സൈന്യം കടന്നുകയറിയത്. ബെൽജിയത്തിന്റെ നിഷ്പക്ഷതയെ ജർമ്മനി ലംഘിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി ബ്രിട്ടൻ കണ്ടു. ഇത് ബ്രിട്ടൻ യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി മാറി.
ഒന്നാം ലോകമഹായുദ്ധം ഏകദേശം എത്ര കാലം നീണ്ടുനിന്നു? 4 വർഷത്തിൽ കൂടുതൽ. 1914 ജൂലൈ 28 ആരംഭിച്ച് 1918 നവംബർ 11 അവസാനിച്ച ഒന്നാം ലോകമഹായുദ്ധം 4 വർഷവും 3 മാസവും നീണ്ടുനിന്നു. ഇത് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയതും വിനാശകരവുമായ യുദ്ധങ്ങളിലൊന്നായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ടുകൊണ്ട് അവസാനിച്ച തീയതി ഏതാണ്? 1918 നവംബർ 11. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചത് 1918 നവംബർ 11-നാണ്. ഈ ദിനത്തിൽ സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ടു. ഇത് യുദ്ധവിരാമ ദിനം എന്നറിയപ്പെടുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം ജർമ്മനിയുമായി ഒപ്പുവെച്ച പ്രധാന ഉടമ്പടി ഏതാണ്? വെർസൈൽസ് ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ സഖ്യകക്ഷികൾ അടിച്ചേൽപ്പിച്ച ഒരു സമാധാന ഉടമ്പടിയാണ് വെർസൈൽസ് ഉടമ്പടി. ഈ ഉടമ്പടി ജർമ്മനിയുടെ സൈനിക ശക്തിയെ പരിമിതപ്പെടുത്തുകയും കനത്ത നഷ്ടപരിഹാരം ചുമത്തുകയും ചെയ്തു. ജർമ്മനിയുമായി വെർസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1919 ജൂൺ 28. ഒന്നാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ച വെർസൈൽസ് ഉടമ്പടി 1919 ജൂൺ 28-നാണ് ഒപ്പുവെച്ചത്. പാരീസ് സമാധാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരത്തിൽ വെച്ചാണ് ഇത് നടന്നത്. ഒന്നാം ലോകമഹായുദ്ധാനന്തരമുള്ള സമാധാന ക്രമീകരണങ്ങൾ നിശ്ചയിച്ച പാരീസ് സമാധാന സമ്മേളനം ആരംഭിച്ചത് എന്നാണ്? 1919 ജനുവരി. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം സമാധാന ഉടമ്പടികൾ ചർച്ച ചെയ്യുന്നതിനായി 1919 ജനുവരിയിൽ പാരീസ് സമാധാന സമ്മേളനം ആരംഭിച്ചു. ജർമ്മനിയുമായുള്ള വെർസൈൽസ് ഉടമ്പടി ഉൾപ്പെടെയുള്ള പ്രധാന തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ചാണ് എടുത്തത്. പാരീസ് സമാധാന സമ്മേളനത്തിലെ ബിഗ് ഫോർ എന്നറിയപ്പെട്ടിരുന്ന പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? US പ്രസിഡന്റ് വുഡ്രോ വിൽസൺ, UK പ്രധാനമന്ത്രി ഡേവിഡ് ലോയ്ഡ് ജോർജ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ജോർജ് ക്ലെമൻഷോ. ഒന്നാം ലോകമഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ ചർച്ച ചെയ്യുന്നതിനായി പാരീസ് സമാധാന സമ്മേളനം വിളിച്ചുകൂട്ടി. ഈ സമ്മേളനത്തിലെ പ്രധാന ശക്തികളായ ബിഗ് ഫോർ എന്നറിയപ്പെട്ടവരിൽ US പ്രസിഡന്റ് വുഡ്രോ വിൽസൺ, UK പ്രധാനമന്ത്രി ഡേവിഡ് ലോയ്ഡ് ജോർജ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ജോർജ് ക്ലെമൻഷോ എന്നിവർ ഉൾപ്പെടുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായി ഏത് രാഷ്ട്രീയ ആശയങ്ങൾക്കാണ് കാര്യമായ വികാസമുണ്ടായത്? ലിബറലിസത്തിനും ജനാധിപത്യത്തിനും. ഒന്നാം ലോകമഹായുദ്ധം നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ലിബറലിസത്തിനും ജനാധിപത്യത്തിനും ഈ കാലയളവിൽ കാര്യമായ പ്രചാരവും വികാസവും ലഭിച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ തകർച്ചയും സ്വയം നിർണയാവകാശത്തിനുള്ള ആഹ്വാനങ്ങളും ഇതിന് കാരണമായി. ഭാവിയിൽ യുദ്ധങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം സ്ഥാപിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ലീഗ് ഓഫ് നേഷൻസ്, ലീഗ് ഓഫ് നേഷൻസ്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതകൾക്ക് ശേഷം സമാധാനം നിലനിർത്തുന്നതിനും ഭാവിയിൽ യുദ്ധങ്ങൾ തടയുന്നതിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ഇത് US പ്രസിഡന്റ് വുഡ്രോ വിൽസന്റെ ആശയമായിരുന്നു. ലീഗ് ഓഫ് നേഷൻസിന്റെ ആദ്യ കൗൺസിൽ മീറ്റിംഗ് നടന്നത് എന്നാണ്? 1920 ജനുവരി 16. ലീഗ് ഓഫ് നേഷൻസ് ഔദ്യോഗികമായി സ്ഥാപിതമായതിനുശേഷം അതിന്റെ ആദ്യ കൗൺസിൽ യോഗം 1920 ജനുവരി 16 പാരീസിൽ വെച്ച് നടന്നു. ഈ യോഗം സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും രൂപം നൽകി. ലീഗ് ഓഫ് നേഷൻസിന്റെ അസംബ്ലിയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്? 1920 നവംബർ 15. ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ അസംബ്ലിയുടെ ആദ്യ യോഗം 1920 നവംബർ 15-നാണ് നടന്നത്. ഇത് ലീഗിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലും അംഗരാജ്യങ്ങൾക്കിടയിൽ സഹകരണം ഉറപ്പാക്കുന്നതിലും നിർണായകമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് പ്രധാന സംഭാവന നൽകിയത് ആരായിരുന്നു? നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ബോണപാർട്ടിന്റെ അധിനിവേശങ്ങളും ഏകീകരണ ശ്രമങ്ങളും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജർമ്മൻ പ്രദേശങ്ങളിൽ ദേശീയ വികാരമുണർത്താൻ സഹായിച്ചു. ഫ്രഞ്ച് ആധിപത്യത്തിനെതിരെയുള്ള പ്രതിരോധം ഒരു ഏകീകൃത ജർമ്മൻ സ്വത്വത്തിന് രൂപം നൽകി. ജർമ്മൻ സംസ്ഥാനങ്ങളെ ഏകീകരിച്ച് അവയുടെ എണ്ണം ഗണ്യമായി കുറച്ചുകൊണ്ട് നെപ്പോളിയൻ ബോണപാർട്ട് സംഘടിപ്പിച്ച യൂണിയൻ ഏതാണ്? റൈൻ യൂണിയൻ, കോൺഫെഡറേഷൻ ഓഫ് ദി റൈൻ.
1806-ൽ നെപ്പോളിയൻ സ്ഥാപിച്ച റൈൻ യൂണിയൻ വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുകയും ജർമ്മൻ സംസ്ഥാനങ്ങളെ ഏകീകരിക്കുകയും ചെയ്തു. ഇത് ആധുനിക ജർമ്മനിയുടെ രൂപീകരണത്തിന് കളമൊരുക്കിയ ഒരു പ്രധാന രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു. നെപ്പോളിയൻ രൂപീകരിച്ച റൈൻ യൂണിയനിൽ എത്ര സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു? 39 സംസ്ഥാനങ്ങൾ. നെപ്പോളിയൻ രൂപീകരിച്ച റൈൻ യൂണിയനിൽ 39 ജർമ്മൻ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഇത് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ അനേകം ചെറുരാജ്യങ്ങളെ ലയിപ്പിച്ച് ഫ്രാൻസിന്റെ സ്വാധീനം ഉറപ്പിക്കാൻ സഹായിച്ചു. റൈൻ യൂണിയന്റെ യൂണിയൻ പാർലമെന്റ് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? ഫ്രാങ്ക്ഫർട്ട്. റൈൻ യൂണിയന്റെ യൂണിയൻ പാർലമെന്റ് ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ചരിത്രപരമായി ജർമ്മൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ കേന്ദ്രമായിരുന്ന ഫ്രാങ്ക്ഫർട്ട് യൂണിയന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾക്ക് ആസ്ഥാനമായി വർത്തിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഓസ്ട്രിയ. നാസി പാർട്ടിയുടെ നേതാവും രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണക്കാരനുമായ അഡോൾഫ് ഹിറ്റ്ലർ ഓസ്ട്രിയയിലെ ബ്രൗനോ അം ഇൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ ജർമ്മൻ ദേശീയതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചിരിക്കാം. അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് ജനിച്ചത്? 1889 ഏപ്രിൽ 20. 1889 ഏപ്രിൽ 20 ജനിച്ച അഡോൾഫ് ഹിറ്റ്ലർ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ളതും കുപ്രസിദ്ധനുമായ വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജനനം ഓസ്ട്രിയയിലായിരുന്നു. ആരുടെ നേതൃത്വത്തിലാണ് ജർമ്മനിയിൽ നാസി പാർട്ടി പ്രമുഖമായി ഉയർന്നുവന്നത്? അഡോൾഫ് ഹിറ്റ്ലറുടെ. അഡോൾഫ് ഹിറ്റ്ലറുടെ തീവ്രമായ പ്രസംഗപാടവത്തിലൂടെയും രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയുമാണ് നാസി പാർട്ടി ജർമ്മനിയിൽ ശക്തി പ്രാപിച്ചത്. വെർസായ് ഉടമ്പടിക്ക് ശേഷം ജർമ്മനിയിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത ഹിറ്റ്ലർക്ക് വളരാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി. നാസി പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ആന്റൺ ഡ്രെക്സ്ലർ. നാസി പാർട്ടിയുടെ യഥാർത്ഥ സ്ഥാപകൻ ആന്റൺ ഡ്രെക്സ്ലർ ആണ്. അദ്ദേഹം 1919-ൽ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന പേരിൽ ഇത് ആരംഭിച്ചു. പിന്നീട് അഡോൾഫ് ഹിറ്റ്ലർ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും നാസി പാർട്ടി എന്ന പേരിൽ ലോകശ്രദ്ധ നേടുകയും ചെയ്തു. നാസി പാർട്ടി യഥാർത്ഥത്തിൽ എപ്പോഴാണ് എവിടെയാണ് സ്ഥാപിതമായത്? 1919-ൽ മ്യൂണിക്കിൽ. നാസി പാർട്ടി ആദ്യകാലത്ത് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി 1919-ൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആന്റൺ ഡ്രെക്സ്ലർ സ്ഥാപിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ജർമ്മനിയിലെ രാഷ്ട്രീയ, സാമ്പത്തിക പ്രതിസന്ധികളാണ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് കാരണമായത്. 1920-ൽ അഡോൾഫ് ഹിറ്റ്ലർ പാർട്ടിക്ക് നൽകിയതും പിന്നീട് നാസി പാർട്ടി എന്നറിയപ്പെടുകയും ചെയ്ത പേര് എന്തായിരുന്നു? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. 1920-ൽ ഹിറ്റ്ലർ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി NSDAP എന്നു മാറ്റി. ചുരുക്കത്തിൽ നാസി എന്ന് അറിയപ്പെട്ട ഈ പാർട്ടി ജർമ്മൻ ദേശീയതയെയും സോഷ്യലിസത്തെയും സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് തീവ്ര വലതുപക്ഷ സ്വേച്ഛാധിപത്യ പാർട്ടിയായി മാറി. ബവേറിയ സംസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് 1924-ൽ നാസി പാർട്ടിക്കും ഹിറ്റ്ലർക്കും എന്ത് പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നത്? നാസി പാർട്ടി താൽക്കാലികമായി നിരോധിക്കപ്പെടുകയും ഹിറ്റ്ലർ ജയിലിലടക്കപ്പെടുകയും ചെയ്തു. 1923-ലെ ബിയർ ഹാൾ പുച്ച് ശേഷം നാസി പാർട്ടി താൽക്കാലികമായി നിരോധിക്കപ്പെടുകയും ഹിറ്റ്ലർക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. ജയിലിൽ വെച്ചാണ് അദ്ദേഹം മൈൻ കാംഫ് എന്ന പുസ്തകം രചിച്ചത്. അത് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ രൂപീകരണത്തിന് നിർണായകമായി. 1933 മാർച്ചിൽ ഹിറ്റ്ലറുടെ അധികാരം ഏകീകരിച്ച് ജർമ്മൻ പാർലമെന്റ് റീച്ച്ടാഗ് പാസാക്കിയ പ്രധാന നിയമം ഏതാണ്? എനേബിളിംഗ് ആക്ട്, അധികാരപ്പെടുത്തൽ നിയമം. 1933 മാർച്ചിൽ റീച്ച്ടാഗ് പാസാക്കിയ എനേബിളിംഗ് ആക്ട് ഹിറ്റ്ലറുടെ നാസി സർക്കാരിന് പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകി. ഇത് ജർമ്മനിയിൽ ജനാധിപത്യം അവസാനിപ്പിക്കുകയും ഹിറ്റ്ലറെ സർവാധികാരിയാക്കുകയും ചെയ്തു. 1933-ലെ എനേബിളിംഗ് ആക്ട് ഹിറ്റ്ലറുടെ സർക്കാരിന് എന്ത് അധികാരം നൽകി? പാർലമെന്റിന്റെ അനുമതിയില്ലാതെ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. 1933-ലെ എനേബിളിംഗ് ആക്ട് നാസി സർക്കാരിന് നിയമനിർമ്മാണത്തിൽ പാർലമെന്റിന്റെ അധികാരം ഇല്ലാതാക്കാൻ അവസരം നൽകി.
ഈ നിയമം വഴി ഹിറ്റ്ലർക്ക് പാർലമെന്റ് അംഗീകാരമില്ലാതെ തന്നെ നിയമങ്ങൾ നിർമ്മിക്കാനും രാജ്യത്തെ നിയന്ത്രിക്കാനും കഴിഞ്ഞു. ജർമ്മൻ സർക്കാർ നാസി പാർട്ടിയെ ജർമ്മനിയിലെ ഏക നിയമപരമായ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 1933 ജൂലൈയിൽ. 1933 ജൂലൈയിൽ ജർമ്മൻ സർക്കാർ നാസി പാർട്ടിയെ രാജ്യത്തെ ഏക നിയമപരമായ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിച്ചു. ഇതോടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിരോധിക്കപ്പെടുകയും നാസി ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യം പൂർണ്ണമാവുകയും ചെയ്തു. ആരുടെ മരണശേഷമാണ് അഡോൾഫ് ഹിറ്റ്ലർ രാഷ്ട്രത്തലവന്റെയും ചാൻസലറുടെയും റോളുകൾ സംയോജിപ്പിച്ച് ഫ്യൂറർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്? പ്രസിഡന്റ് ഹിൻഡൻബർഗിന്റെ. 1934 ഓഗസ്റ്റ് 2 പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൻബർഗ് അന്തരിച്ചതിനു ശേഷം അഡോൾഫ് ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനത്തോടൊപ്പം രാഷ്ട്രത്തലവന്റെ ചുമതലകളും ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹം ഫ്യൂറർ നേതാവ് എന്ന പദവി സ്വീകരിച്ച് ജർമ്മനിയിൽ പൂർണ്ണ അധികാരം ഉറപ്പിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ ഫ്യൂറർ ആയും ചാൻസലറായും പരമാധികാരം ഏറ്റെടുത്തത് ഏത് തീയതിയിലാണ്? 1934 ഓഗസ്റ്റ് 2. 1934 ഓഗസ്റ്റ് 2 ഹിറ്റ്ലർ ഫ്യൂറർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച് ജർമ്മനിയുടെ സമ്പൂർണ്ണ അധികാരിയായി മാറിയത്. ഈ നടപടി രാഷ്ട്രത്തലവന്റെയും സർക്കാരിന്റെയും അധികാരം ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിക്കാൻ സഹായിച്ചു. അഡോൾഫ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? മെയിൻ കാംഫ്, മേ കാംഫ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയും രാഷ്ട്രീയ മാനിഫെസ്റ്റോയുമാണ് മെയിൻ കാംഫ്, എന്റെ പോരാട്ടം. നാസിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ഹിറ്റ്ലറുടെ വംശീയ വിദ്വേഷവും ഭാവി പദ്ധതികളും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. 1930കളിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ സ്ഥാപിതമായ നാസി ഭരണത്തെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? മൂന്നാം റീച്ച്, ദ തേർഡ് റൈക്ക്. അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ജർമ്മനിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് മൂന്നാം റീച്ച്. ഇത് പഴയ ജർമ്മൻ സാമ്രാജ്യങ്ങളുടെ തുടർച്ചയായി നാസികൾ സ്വയം വിശേഷിപ്പിച്ചതാണ്. അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായത് എപ്പോഴാണ്? 1933 ജനുവരിയിൽ. 1933 ജനുവരി 30 അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി നിയമിതനായത്. ഇത് ജർമ്മൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. പിന്നീട് നാസി ഭരണത്തിലേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിലേക്കും നയിച്ചു. അഡോൾഫ് ഹിറ്റ്ലറുടെ വികാസന നയത്തിന് ഇരയായ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓസ്ട്രിയ. 1938 മാർച്ചിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ജർമ്മനി ഓസ്ട്രിയയെ അധിനിവേശം ചെയ്യുകയും അതിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇത് ഹിറ്റ്ലറുടെ വികാസന നയത്തിലെ ആദ്യത്തെ പ്രധാന നീക്കമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തോടടുത്ത് അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് ഏത് തീയതിയിലാണ്? 1945 ഏപ്രിൽ 30. 1945 ഏപ്രിൽ 30 സോവിയറ്റ് സൈന്യം ബെർലിനിലേക്ക് അടുക്കുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ ബങ്കറിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിലെ യൂറോപ്പിലെ പോരാട്ടങ്ങളുടെ അവസാനത്തെ ഇത് അടയാളപ്പെടുത്തി. ഹിറ്റ്ലറുടെ നാസി പാർട്ടിയുടെ പ്രധാന ചിഹ്നം എന്തായിരുന്നു? സ്വസ്തിക. നാസി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം സ്വസ്തികയായിരുന്നു. ഇത് ആര്യൻ വംശീയതയെയും ജർമ്മൻ ദേശീയതയെയും പ്രതിനിധാനം ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഈ ചിഹ്നം ലോകമെമ്പാടും ഭീകരതയുടെയും ക്രൂരതയുടെയും പ്രതീകമായി മാറി. ഇറ്റാലിയൻ ഫാസിസത്തിന്റെ സ്ഥാപകനായ ബെനിറ്റോ മുസോളിനി ജനിച്ചത് എന്നാണ്? 1883 ബെനിറ്റോ മുസോളിനി 1883 ജൂലൈ 29 ഇറ്റലിയിൽ ജനിച്ചു. ഇദ്ദേഹം 1922 മുതൽ 1943 വരെ ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികളുടെ ഒരു പ്രധാന നേതാവായിരുന്നു മുസോളിനി. ബെനിറ്റോ മുസോളിനി ഏത് രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലിയിൽ. ഫാസിസത്തിന്റെ നേതാവായ ബെനിറ്റോ മുസോളിനി ഇറ്റലിയിലെ പ്രഡാപ്പിയോയിലാണ് ജനിച്ചത്. ഇദ്ദേഹം ഇറ്റലിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി. ബെനിറ്റോ മുസോളിനിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി, പാർട്ടിറ്റോ നാസിയോണാലി ഫാഷിസ്റ്റ്. ബെനിറ്റോ മുസോളിനി സ്ഥാപിച്ച നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി 1922 മുതൽ 1943 വരെ ഇറ്റലിയിൽ അധികാരത്തിലിരുന്നു.
ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഫാസിസം എന്നറിയപ്പെട്ടു. ഇത് ദേശീയത, സ്വേച്ഛാധിപത്യം, സൈനികവാദം എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു. മുസ്സോളിനി നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് എവിടെ എന്നാണ്? 1919 മിലാനിൽ. ബെനിറ്റോ മുസ്സോളിനി 1919 മിലാനിൽ ഫാസി ഡി കോമ്പാറ്റമെന്റോ എന്ന സംഘടന സ്ഥാപിച്ചു. ഇത് പിന്നീട് 1921 നാഷണൽ ഫാസിസ്റ്റ് പാർട്ടിയായി പരിണമിച്ചു. ഈ സംഘടനയുടെ രൂപീകരണം ഇറ്റലിയിൽ ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. മുസ്സോളിനി ആരംഭിച്ച വർഗസമരം എന്ന് അർത്ഥം വരുന്നതും അദ്ദേഹത്തിന്റെ ആദ്യകാല സോഷ്യലിസ്റ്റ് ചായ്വ് പ്രതിഫലിക്കുന്നതുമായ പത്രത്തിന്റെ പേരെന്തായിരുന്നു? ലാ ലോട്ട ഡി ക്ലാസ്. ബെനിറ്റോ മുസ്സോളിനി ആദ്യകാലത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ലാ ലോട്ട ഡി ക്ലാസെ എന്ന പത്രം ആരംഭിച്ചത്. പിന്നീട് ഇദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഫാസിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. ഇറ്റലിയിൽ ഫാസിസത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ആദ്യകാല മുദ്രാവാക്യം എന്തായിരുന്നു? ഇറ്റലി എപ്പോഴും വൈവർ എൽ ഇറ്റാലിയ, വിവല ഇറ്റാലിയ, വൈവർ എൽ ഇറ്റാലിയ അഥവാ ഇറ്റലി എപ്പോഴും എന്നത് ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇറ്റലിയിൽ ശക്തി പ്രാപിച്ച കാലത്തെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇത് രാജ്യത്തോടുള്ള അന്ധമായ കൂറും ദേശീയതയും ഉയർത്തിപ്പിടിക്കാൻ ഫാസിസ്റ്റുകൾ ഉപയോഗിച്ചു. പുരാതന റോമൻ സാമ്രാജ്യത്തിലെ ഫാസസ് എന്തായിരുന്നു? അത് എന്തിനെയാണ് പ്രതീകവത്കരിച്ചത്? ഫാസസ് എന്നത് റോമൻ ഉദ്യോഗസ്ഥർ കൊണ്ടുനടന്നിരുന്ന ഒന്നിച്ചുകെട്ടിയ കോലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കോടാലി പോലുള്ള ആയുധമായിരുന്നു. ഇത് അധികാരത്തെയും ഐക്യത്തെയും പ്രതീകവത്കരിച്ചു. പുരാതന റോമിൽ ഫാസസ് അധികാരത്തിന്റെയും ഐക്യത്തിന്റെയും ചിഹ്നമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നു. പിന്നീട് ബെനിറ്റോ മുസ്സോളിനി തന്റെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ ചിഹ്നം സ്വീകരിക്കുകയും അവരുടെ പാർട്ടിയുടെ പേരിന് ആധാരമാക്കുകയും ചെയ്തു. ഫാസിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ചിഹ്നമായി ഫാസസ് സ്വീകരിച്ചത് എന്നാണ്? 1919 ബെനിറ്റോ മുസ്സോളിനി 1919 ഫാസി ഡി കോമ്പാറ്റിമെന്റോ സ്ഥാപിച്ച സമയത്താണ് ഫാസസ് ചിഹ്നം സ്വീകരിച്ചത്. പുരാതന റോമൻ ചിഹ്നമായ ഫാസസ് അധികാരം, ഐക്യം, അച്ചടക്കം എന്നിവയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മാറി. മുസ്സോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ അവരുടെ യൂണിഫോമിന്റെ പേരിൽ സാധാരണയായി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബ്ലാക്ക് ഷർട്ട്സ് അഥവാ കറുത്ത കുപ്പായക്കാർ. മുസ്സോളിനിയുടെ മിലിഷ്യ അംഗങ്ങൾ ബ്ലാക്ക് ഷർട്ട്സ് കാമസി നേരെ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ കറുത്ത യൂണിഫോമാണ് ഈ പേരിന് കാരണം. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്നതിനും ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഇവർക്ക് നിർണായക പങ്കുണ്ടായിരുന്നു. ബെനിറ്റോ മുസ്സോളിനി സാധാരണയായി അറിയപ്പെട്ടിരുന്നതും നേതാവ് എന്നർത്ഥം വരുന്നതുമായ ഓണററി പദവി എന്തായിരുന്നു? ഇൽ ഡ്യൂഷെ എന്നത് ലാറ്റിൻ ഭാഷയിലെ ഡക്സ് എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. അതിനർത്ഥം നേതാവ് എന്നാണ്. ബെനിറ്റോ മുസ്സോളിനി ഫാസിസ്റ്റ് ഇറ്റലിയുടെ പരമോന്നത നേതാവായി ഈ പദവി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തെയും വ്യക്തിത്വ ആരാധനയെയും ഇത് ഊന്നിപ്പറയുന്നു. അധികാരം കേന്ദ്രീകരിക്കുന്നതിനായി 1923 ബെനിറ്റോ മുസ്സോളിനി സ്ഥാപിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമിതി ഏതായിരുന്നു? ഫാസിസ്റ്റ് ഗ്രാൻഡ് കൗൺസിൽ. 1923 സ്ഥാപിതമായ ഫാസിസ്റ്റ് ഗ്രാൻഡ് കൗൺസിൽ ഫാസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസമിതിയായിരുന്നു. മുസ്സോളിനിക്ക് രാജ്യത്തിന്റെ ഭരണത്തിലും നയങ്ങളിലും സമ്പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കാൻ ഇത് സഹായിച്ചു. അതുവഴി ഇറ്റലിയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി. മുസ്സോളിനി ഫാസിസ്റ്റ് ഗ്രാൻഡ് കൗൺസിൽ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1923. ഫാസിസ്റ്റ് ഗ്രാൻഡ് കൗൺസിൽ 1923 ബെനിറ്റോ മുസ്സോളിനിയാണ് സ്ഥാപിച്ചത്. ഈ സമിതി ഫാസിസ്റ്റ് പാർട്ടിയുടെയും ഇറ്റാലിയൻ സർക്കാരിന്റെയും നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇത് മുസ്സോളിനിയുടെ അധികാരം ഉറപ്പിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായിരുന്നു. മുസ്സോളിനിയുടെ ഇറ്റലി എപ്പോഴാണ് എത്യോപ്യയെ ആക്രമിച്ചത്? ഇത് അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായി. 1935. 1935 മുസ്സോളിനിയുടെ ഇറ്റലി എത്യോപ്യയെ ആക്രമിച്ചത് രണ്ടാം ലോകമഹായുദ്ധത്തിനു മുന്നോടിയായി നടന്ന ഒരു പ്രധാന സംഭവമാണ്.
ലീഗ് ഓഫ് നേഷൻസിന്റെ തത്വങ്ങളെ ഇത് ലംഘിച്ചു, എന്നാൽ ലീഗിന് ഫലപ്രദമായ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് അക്ഷശക്തികളുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളെ തടയുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കഴിവില്ലായ്മ എടുത്തുകാണിച്ചു. മുസ്സോളിനിയുടെ മന്ത്രിസഭയുടെ രൂപീകരണവും അധികാരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആരോഹണവും ഏത് ചരിത്രസംഭവത്തിലൂടെയാണ് അറിയപ്പെടുന്നത്? റോമിലേക്കുള്ള മാർച്ച്. 1922 റോമിലേക്കുള്ള മാർച്ച് എന്ന സംഭവമാണ് മുസ്സോളിനിയുടെ അധികാരാരോഹണത്തിന് കളമൊരുക്കിയത്. ഫാസിസ്റ്റ് അണിനിരന്നവരുടെ ഈ പ്രകടനം ഇറ്റാലിയൻ സർക്കാരിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയും രാജാവ് വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ മുസ്സോളിനിയെ പ്രധാനമന്ത്രിയാക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. ഇത് ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന്റെ ആരംഭം കുറിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ബെനിറ്റോ മുസ്സോളിനി എപ്പോഴാണ്, എങ്ങനെയാണ് മരണപ്പെട്ടത്? 1945 ഏപ്രിൽ 28 ഭാര്യയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടു. 1945 ഏപ്രിൽ 28 രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കാറായപ്പോൾ മുസ്സോളിനിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലാര പെറ്റാച്ചിയെയും ഇറ്റാലിയൻ പ്രതിരോധ സേനാംഗങ്ങൾ പിടികൂടി വിചാരണ കൂടാതെ വെടിവച്ചു കൊന്നു. പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ മിലാനിലെ ഒരു ചത്വരത്തിൽ പരസ്യമായി തൂക്കി. ഇത് ഫാസിസ്റ്റ് ഇറ്റലിയുടെയും അതിന്റെ നേതാവിന്റെയും അന്ത്യം കുറിച്ചു. ജപ്പാന്റെ നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായി സൈനിക സേവനം നിർബന്ധമാക്കിയത് എപ്പോഴാണ്? 1873. മെയ്ജി പുനഃസ്ഥാപനത്തിനുശേഷം ജപ്പാൻ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി 1873 സാർവത്രിക നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തി. ഇത് സാമുറായി സൈന്യത്തെ മാറ്റി പകരം ഒരു ദേശീയ സൈന്യം രൂപീകരിക്കുന്നതിനും ജപ്പാന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. ഈ നടപടി ജപ്പാന്റെ സാമ്രാജ്യത്വ വികസനത്തിന് അടിത്തറ പാകി. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ജപ്പാൻ സാമ്രാജ്യത്വത്തിന്റെ ആദ്യത്തെ പ്രധാന ഇരയായി പലപ്പോഴും ഏത് രാജ്യത്തെയാണ് വിശേഷിപ്പിക്കുന്നത്? ചൈന. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജപ്പാൻ അതിന്റെ സാമ്രാജ്യത്വ വികസനമാരംഭിച്ചപ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം ചൈനയായിരുന്നു. ആദ്യത്തെ സിനോ ജാപ്പനീസ് യുദ്ധത്തിൽ 1894 മുതൽ 1895 വരെ ജപ്പാൻ ചൈനയെ പരാജയപ്പെടുത്തുകയും കൊറിയ, തായ്വാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. ഇത് ചൈനയുടെ മേലുള്ള ജാപ്പനീസ് ആധിപത്യത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു. വിസ്തീർണമനുസരിച്ച് ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 1/3 ഭാഗം ഇത് ഉൾക്കൊള്ളുന്നു. ഏകദേശം 165.25 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ സ്ഥലം ഏതാണ്? അത് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മരിയാന ട്രഞ്ച് 10,994 മീറ്റർ ആഴം, പസഫിക് സമുദ്രത്തിൽ. പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ച് ആണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം. ഇതിന്റെ ഏറ്റവും താഴ്ന്ന ബിന്ദു ചലഞ്ചർ ദ്വീപ് എന്നറിയപ്പെടുന്നു. ഏകദേശം 10,994 മീറ്റർ, 36,070 അടി ആഴമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥലത്തിന്റെ പേര് നൽകുക. പ്യൂർട്ടോ റിക്കോ ട്രഞ്ച് 8,648 മീറ്റർ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് പ്യൂർട്ടോ റിക്കോ ട്രഞ്ച്. 8,648 മീറ്റർ, 28,373 അടി ആഴമുള്ള ഇത് കരീബിയൻ കടലിന്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡയമണ്ടിന ട്രഞ്ചും സുന്ദ ട്രഞ്ചും ഏറ്റവും ആഴമേറിയ ഭാഗങ്ങളായി ഉൾക്കൊള്ളുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗങ്ങൾ സുന്ദ ട്രഞ്ച്, ജാവ ട്രഞ്ച് എന്നും അറിയപ്പെടുന്നു. ഏകദേശം 7,725 മീറ്ററും ഡയമണ്ടിന ട്രഞ്ച് ഏകദേശം 8,047 മീറ്ററുമാണ്. ആർട്ടിക് സമുദ്രത്തിന്റെ ഏകദേശ ശരാശരി ആഴം എത്രയാണ്? 1,205 മീറ്റർ. ആർട്ടിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രമാണ്. ഇതിന്റെ ശരാശരി ആഴം ഏകദേശം 1,205 മീറ്റർ, 3,953 അടി ആണ്. എന്നിരുന്നാലും ലിക്കെ ദ്വീപ് പോലുള്ള ഭാഗങ്ങളിൽ 5,450 മീറ്റർ വരെ ആഴമുണ്ട്. ഒരു പ്രധാന സൈനിക സംഘട്ടനത്തിൽ ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തിയത് എപ്പോഴാണ്? 1905.
1904 മുതൽ 1905 വരെയിലെ റഷ്യൻ ജാപ്പനീസ് യുദ്ധത്തിൽ ജപ്പാൻ റഷ്യയെ പരാജയപ്പെടുത്തിയത് ഒരു ചരിത്രപരമായ നാഴികക്കല്ലായിരുന്നു. ഒരു ഏഷ്യൻ ശക്തി ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ചത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇത് ജപ്പാനെ ഒരു പ്രധാന ലോകശക്തിയായി ഉയർത്തിക്കാട്ടുകയും യൂറോപ്യൻ സാമ്രാജ്യത്വത്തിന്റെ ആധിപത്യത്തിന് വെല്ലുവിളിയാകുകയും ചെയ്തു. 1904 മുതൽ 1905 വരെയിലെ റഷ്യൻ ജാപ്പനീസ് യുദ്ധത്തിന് അന്ത്യം കുറിച്ച ഉടമ്പടി ഏതായിരുന്നു? പോർട്സ്മൗത്ത് ഉടമ്പടി. 1905-ൽ അമേരിക്കൻ പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽറ്റിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച പോർട്സ്മൗത്ത് ഉടമ്പടിയാണ് റഷ്യൻ ജാപ്പനീസ് യുദ്ധത്തിന് അന്ത്യം കുറിച്ചത്. ഈ ഉടമ്പടി പ്രകാരം ജപ്പാന് കൊറിയ, മഞ്ചൂറിയയുടെ ഭാഗങ്ങൾ, സഖാലിൻ ദ്വീപിന്റെ തെക്കൻ ഭാഗം എന്നിവയുടെ മേൽ അവകാശം ലഭിച്ചു. റൂസ്വെൽറ്റിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്ത കരാർ കൂടിയായിരുന്നു ഇത്. ജപ്പാൻ അധിനിവേശം അന്വേഷിക്കാൻ മഞ്ചൂറിയയിലേക്ക് അയച്ച അന്താരാഷ്ട്ര കമ്മീഷൻ ഏതാണ്? ലിപ്റ്റൺ കമ്മീഷൻ. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം രൂപീകരിച്ച ലീഗ് ഓഫ് നേഷൻസ്, ജപ്പാൻ മഞ്ചൂറിയയിൽ നടത്തിയ അധിനിവേശം അന്വേഷിക്കാൻ 1931-ൽ ലിപ്റ്റൺ കമ്മീഷനെ അയച്ചു. എന്നാൽ കമ്മീഷന്റെ റിപ്പോർട്ട് ജപ്പാന്റെ നടപടികളെ അപലപിച്ചതിനെ തുടർന്ന് ജപ്പാൻ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പിന്മാറി. ജപ്പാൻ മഞ്ചൂറിയ ആക്രമിക്കുകയും മഞ്ചുക്കോ എന്ന പാവഭരണം സ്ഥാപിക്കുകയും ചെയ്തത് എന്ന്? 1931-ൽ 1931-ൽ ജപ്പാൻ മഞ്ചൂറിയയെ ആക്രമിച്ച് മഞ്ചുക്കോ എന്ന പാവഭരണം സ്ഥാപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സംഭവമായിരുന്നു ഇത്. മഞ്ചൂറിയയിലെ നടപടികൾക്ക് അന്താരാഷ്ട്രതലത്തിൽ വിമർശനം നേരിട്ടതിനെ തുടർന്ന് ജപ്പാൻ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് അംഗത്വം പിൻവലിച്ചത് എന്ന്? 1933 മാർച്ച്. മഞ്ചൂറിയയിലെ ജപ്പാൻ അധിനിവേശത്തെ ലീഗ് ഓഫ് നേഷൻസ് അപലപിക്കുകയും ലിപ്റ്റൺ റിപ്പോർട്ട് ജപ്പാനെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോൾ ജപ്പാൻ 1933 മാർച്ചിൽ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പിന്മാറി. ഇത് ലീഗ് ഓഫ് നേഷൻസിന്റെ ദുർബലതയും കൂട്ടായ സുരക്ഷാ സംവിധാനങ്ങളുടെ പരാജയവുമാണ് കാണിച്ചത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക വർഷിച്ച ആദ്യത്തെ അണുബോംബായ ലിറ്റിൽ ബോയ് എവിടെ എന്ന് വർഷിച്ചു? 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ കീഴടക്കുന്നതിനായി അമേരിക്ക 1945 ഓഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചു. ഇത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ അണുബോംബ് ആക്രമണമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക വർഷിച്ച രണ്ടാമത്തെ അണുബോംബായ ഫാറ്റ്മാൻ എവിടെ എന്ന് വർഷിച്ചു? 1945 ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിൽ. ഹിരോഷിമ ആക്രമണത്തിനു 3 ദിവസത്തിനുശേഷം 1945 ഓഗസ്റ്റ് 9-ന് അമേരിക്ക ജപ്പാനിലെ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ അണുബോംബ് വർഷിച്ചു. ഈ ആക്രമണങ്ങൾ ജപ്പാന്റെ അടിയറവ് പ്രഖ്യാപനത്തിന് കാരണമാവുകയും രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധം ഫലപ്രദമായി അവസാനിപ്പിച്ചുകൊണ്ട് ജപ്പാൻ ഔപചാരികമായി നിരുപാധികമായ കീഴടങ്ങൽ കരാറിൽ ഒപ്പുവെച്ചത് എന്ന്? 1945 സെപ്റ്റംബർ 2-ന്. ഹിരോഷിമയിലും നാഗസാക്കിയിലുമുള്ള അണുബോംബ് ആക്രമണങ്ങൾക്ക് ശേഷം 1945 സെപ്റ്റംബർ 2-ന് ജപ്പാൻ ഔപചാരികമായി സഖ്യകക്ഷികളോട് നിരുപാധികം കീഴടങ്ങി. ഇതോടെ രണ്ടാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചു. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള ഉടനടിയുള്ള കാരണം എന്തായിരുന്നു? 1939 സെപ്റ്റംബർ 1-ന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചത്. അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മനി 1939 സെപ്റ്റംബർ 1-ന് പോളണ്ടിനെ ആക്രമിച്ചു. ഇതാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് നേരിട്ടുള്ള കാരണമായി മാറിയത്. ജർമ്മനിക്കെതിരെ ബ്രിട്ടനും ഫ്രാൻസും യുദ്ധം പ്രഖ്യാപിച്ചതും ഔപചാരികമായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചതുമെന്ന്? 1939 സെപ്റ്റംബർ 3-ന്. ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതിനെ തുടർന്ന് പോളണ്ടിന്റെ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും 1939 സെപ്റ്റംബർ 3-ന് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതോടെ യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിന് തുടക്കമായി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരായ ജർമ്മൻ അധിനിവേശത്തിന്റെ രഹസ്യനാമം എന്തായിരുന്നു? ഓപ്പറേഷൻ ബാർബറോസ.
1941 ജൂൺ 22 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ബാർബറോസ. കിഴക്കൻ മുന്നണിയിലെ ഈ യുദ്ധം രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയതും രക്തരൂഷിതവുമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു. ജർമ്മനി സോവിയറ്റ് യൂണിയനെതിരെ ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചത് എന്ന് 1941 ജൂൺ 22 ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസി ജർമ്മനി 1941 ജൂൺ 22 സോവിയറ്റ് യൂണിയനെതിരെ ഓപ്പറേഷൻ ബാർബറോസ ആരംഭിച്ചു. ജർമ്മൻ സോവിയറ്റ് അനാക്രമണ ഉടമ്പടി ലംഘിച്ചുകൊണ്ടുള്ള ഈ നീക്കം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു. അമേരിക്ക പേൾ ഹാർബർ ആക്രമണത്തിന് ശേഷം ഔദ്യോഗികമായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ പ്രവേശിച്ചത് എപ്പോഴാണ്? 1941 ഡിസംബർ 8. പേൾ ഹാർബറിലെ ജാപ്പനീസ് ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഔദ്യോഗികമായി പ്രവേശിച്ചത്. ഈ സംഭവം യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുകയും സഖ്യകക്ഷികളുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. 1939 ഓഗസ്റ്റ് 23 ഒപ്പുവെച്ച ഏത് അനാക്രമണ കരാറാണ് ജർമ്മനി 1941 ജൂണിൽ റഷ്യയെ ആക്രമിച്ചപ്പോൾ ലംഘിച്ചതായി ആരോപിച്ചത്? മൊളോഡോവ് റിബൻട്രോപ്പ് ഉടമ്പടി അല്ലെങ്കിൽ നാസി സോവിയറ്റ് അനാക്രമണ ഉടമ്പടി. മൊളോഡോവ് റിബൻട്രോപ്പ് ഉടമ്പടി നാസി ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു അനാക്രമണ കരാറായിരുന്നു. പോളണ്ടിനെ വിഭജിക്കാനുള്ള രഹസ്യ ധാരണയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. 1941 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതോടെ ഈ ഉടമ്പടി ലംഘിക്കപ്പെട്ടു. ഇറ്റലി ഔദ്യോഗികമായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പക്ഷത്ത് ചേർന്നത് എപ്പോഴാണ്? 1940 ജൂൺ 10. 1940 ജൂൺ 10 ഇറ്റലി സഖ്യകക്ഷികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റലി ജർമ്മനിയുമായി ചേർന്ന് അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായി. ഈ നീക്കം മെഡിറ്ററേനിയൻ മേഖലയിലും വടക്കേ ആഫ്രിക്കയിലും യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മിക്ക സമയത്തും അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭൂരിഭാഗം സമയത്തും അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അമേരിക്കയെ യുദ്ധത്തിലേക്ക് നയിക്കുകയും യുദ്ധാനന്തര ലോകക്രമത്തിന് അടിത്തറ പാകുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭൂരിഭാഗം സമയത്തും ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്നു. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ജനതയ്ക്ക് പ്രചോദനം നൽകുന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം നിർണായകമായിരുന്നു. സ്പാനിഷ് ആഭ്യന്തരയുദ്ധം ആരംഭിച്ചത് എപ്പോഴാണ്? 1936. 1936 ആരംഭിച്ച സ്പാനിഷ് ആഭ്യന്തരയുദ്ധം 1939 വരെ നീണ്ടുനിന്നു. ഈ യുദ്ധം ഫാസിസ്റ്റ് ശക്തികളും റിപ്പബ്ലിക്കൻ ശക്തികളും തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുന്നോടിയായുള്ള ഒരു പ്രധാന സംഭവമായി കണക്കാക്കപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനു മുമ്പ് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ആക്രമണ നയങ്ങളുടെ ആദ്യത്തെ സംയുക്ത ഇരയായി സൈനിക ഇടപെടലിലൂടെ കണക്കാക്കപ്പെടുന്ന രാജ്യം ഏതാണ്? സ്പെയിൻ. സ്പാനിഷ് ആഭ്യന്തരയുദ്ധത്തിൽ ജർമ്മനിയും ഇറ്റലിയും ഫ്രാങ്കോയുടെ ദേശീയവാദികൾക്ക് സൈനിക സഹായം നൽകി. ഇത് അവരുടെ ആക്രമണ നയങ്ങളുടെ ഒരു പരീക്ഷണക്കളമായി മാറി. സ്പെയിൻ ഈ ശക്തികളുടെ സംയുക്ത ഇടപെടലിന്റെ ആദ്യത്തെ പ്രധാന ഇരയായി കണക്കാക്കപ്പെടുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്കും യുദ്ധസഹായത്തിനും പകരമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാർക്ക് എന്തു വാഗ്ദാനമാണ് നൽകിയത്? ഡൊമിനിയൻ പദവി. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ഉറപ്പാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ഇന്ത്യയുടെ ആവശ്യം നിറവേറ്റിയില്ല. ഈ വാഗ്ദാനം പിന്നീട് ക്രിപ്സ് മിഷന്റെ അടിസ്ഥാനമായി. 1939 ആരംഭിച്ച് 1945 അവസാനിച്ച രണ്ടാം ലോകമഹായുദ്ധം എത്ര വർഷം നീണ്ടുനിന്നു? 6 വർഷം. രണ്ടാം ലോകമഹായുദ്ധം 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെ ആരംഭിച്ചു. 1945 സെപ്റ്റംബർ 2 ജപ്പാൻ കീഴടങ്ങലോടെയാണ് യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത്. മൊത്തം 6 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം ലോകചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഒന്നായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം ഔദ്യോഗികമായി അവസാനിച്ച തീയതി എന്നാണ്? 1945 സെപ്റ്റംബർ 2.
1945 സെപ്റ്റംബർ 2 USS മിസൗറി കപ്പലിൽ വെച്ച് ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങൽ രേഖകളിൽ ഒപ്പുവെച്ചു. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഔദ്യോഗിക അന്ത്യം കുറിച്ചു. ഈ തീയതി വിക്ടറി ഓവർ ജപ്പാൻ ദിനമായി ആചരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി സ്ഥാപിതമായത് എപ്പോഴാണ്? 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭ രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകസമാധാനം നിലനിർത്തുന്നതിനും അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 1945 ഒക്ടോബർ 24 ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടു. ഈ ദിവസം ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അംഗീകരിക്കപ്പെടുകയും അതിന്റെ സ്ഥാപനത്തിലേക്ക് നയിക്കുകയും ചെയ്ത സമ്മേളനം ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. 1945 നടന്ന സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ വെച്ചാണ് ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ അംഗീകരിക്കപ്പെട്ടത്. ഈ ചാർട്ടറാണ് ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന തത്വങ്ങളും ഘടനയും പ്രവർത്തനങ്ങളും നിർവചിക്കുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി, അന്നത്തെ ഓട്ടോമൻ സാമ്രാജ്യം, ഏതു പക്ഷത്തെയാണ് പിന്തുണച്ചത്? ജർമ്മനി, സെൻട്രൽ പവേഴ്സ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ പവേഴ്സിനെ പിന്തുണച്ചു. ഈ യുദ്ധത്തിലെ തോൽവി ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും ആധുനിക തുർക്കിയുടെ ഉദയത്തിനും കാരണമായി. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം സഖ്യകക്ഷികൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ തുർക്കി അടിച്ചേൽപ്പിക്കുകയും സാമ്രാജ്യത്തിന്റെ ശിഥിലീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഉടമ്പടി ഏതാണ്? സേവ്രസ് ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തോൽവിയെ തുടർന്ന് 1920 സഖ്യകക്ഷികൾ സേവ്രസ് ഉടമ്പടി അടിച്ചേൽപ്പിച്ചു. ഈ ഉടമ്പടി സാമ്രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഇല്ലാതാക്കുകയും തുർക്കി ദേശീയവാദികൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായി പരക്കെ അംഗീകരിക്കപ്പെട്ടത് ആരാണ്? മുസ്തഫ കെമാൽ പാഷ. മുസ്തഫ കെമാൽ പാഷ തുർക്കി ദേശീയ പ്രസ്ഥാനത്തെ നയിക്കുകയും ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ആധുനിക മതേതര തുർക്കി റിപ്പബ്ലിക്ക് സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തുർക്കിയിലെ രാഷ്ട്രപിതാവ് അറ്റാതുർക്ക് എന്നറിയപ്പെടുന്നു. തുർക്കിയെ ആധുനികവൽക്കരിക്കുന്നതിനായി മുസ്തഫ കെമാൽ അറ്റാതുർക്ക് മുന്നോട്ടുവെച്ച 6 പ്രധാന തത്വങ്ങൾ, കെമാലിസത്തിന്റെ 6 അമ്പുകൾ എന്തൊക്കെയായിരുന്നു? റിപ്പബ്ലിക്കനിസം, ദേശീയത, നിയമപരിഷ്കരണം, സാമ്പത്തിക വികസനം, മതേതരത്വം, വിപ്ലവവാദം, പരിഷ്കരണവാദം. കെമാലിസത്തിന്റെ 6 തത്വങ്ങൾ അൾട്ടിയോക് മുസ്തഫ കെമാൽ അറ്റാതുർക്ക് ആധുനിക തുർക്കിയെ കെട്ടിപ്പടുക്കുന്നതിനും അതിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഘടനയെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ആവിഷ്കരിച്ചതാണ്. ഈ തത്വങ്ങൾ തുർക്കിയുടെ ദേശീയ സ്വത്വത്തിന്റെ അടിസ്ഥാന ശിലകളായി കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രപിതാവ് എന്ന അർത്ഥം വരുന്ന ഏത് ബഹുമതിയാണ് മുസ്തഫ കെമാൽ പാഷയ്ക്ക് നൽകപ്പെട്ടത്? അറ്റാതുർക്ക്. 1934 തുർക്കി പാർലമെന്റ് മുസ്തഫ കെമാൽ പാഷയ്ക്ക് അറ്റാതുർക്ക് എന്ന സ്ഥാനപ്പേര് നൽകി. ഇത് തുർക്കികളുടെ പിതാവ് എന്ന് അർത്ഥമാക്കുന്നു. ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് അംഗീകരിക്കുന്നതിനാണ് ഈ പേര് നൽകിയത്. തുർക്കി സ്വാതന്ത്ര്യസമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ച ലൊസൈൻ ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1923. 1923 ഒപ്പുവെച്ച ലൊസൈൻ ഉടമ്പടി തുർക്കി സ്വാതന്ത്ര്യസമരത്തിന് ഔദ്യോഗികമായി അന്ത്യം കുറിക്കുകയും ആധുനിക തുർക്കിയുടെ അതിരുകൾ നിർവചിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി സേവ്രസ് ഉടമ്പടിയുടെ നിബന്ധനകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് തുർക്കിക്ക് കൂടുതൽ അനുകൂലമായ വ്യവസ്ഥകൾ നൽകി. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒപ്പുവെച്ച അവസാനത്തെ സമാധാന ഉടമ്പടിയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ലൊസൈൻ ഉടമ്പടി. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം വിവിധ രാജ്യങ്ങൾക്കിടയിൽ ഒപ്പുവെച്ച നിരവധി ഉടമ്പടികളിൽ ലൊസൈൻ ഉടമ്പടിയാണ് അവസാനത്തെ പ്രധാന സമാധാന ഉടമ്പടിയായി കണക്കാക്കപ്പെടുന്നത്. ഇത് തുർക്കിയും സഖ്യകക്ഷികളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അന്ത്യം കുറിച്ചു. തുർക്കി ഗ്രാൻഡ് നാഷണൽ അസംബ്ലി ഓട്ടോമൻ ഖിലാഫത്ത് ഔദ്യോഗികമായി നിർത്തലാക്കിയത് ഏത് തീയതിയിലാണ്? 1924 മാർച്ച് 3. മുസ്തഫ കെമാൽ അറ്റാതുർക്കിന്റെ നേതൃത്വത്തിൽ തുർക്കി ഒരു മതേതര റിപ്പബ്ലിക് കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി 1924 മാർച്ച് 3 ഖിലാഫത്ത് നിർത്തലാക്കാനുള്ള തീരുമാനം തുർക്കി ഗ്രാൻഡ് നാഷണൽ അസംബ്ലി കൈക്കൊണ്ടു. ഇത് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. തുർക്കി റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്?
1923 ഒക്ടോബർ 29. ആധുനിക തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കെമാൽ പാഷയുടെ നേതൃത്വത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും 1923 ഒക്ടോബർ 29 തുർക്കി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഈ ദിവസം തുർക്കിയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു. തുർക്കിയുടെ റിപ്പബ്ലിക്കൻ മതേതര തത്വങ്ങൾ ദൃഢീകരിച്ച് പുതിയ ഭരണഘടന പ്രഖ്യാപിച്ചത് എന്നാണ്? 1924 ഏപ്രിൽ 20. മുസ്തഫ കെമാൽ പാഷയുടെ നേതൃത്വത്തിൽ 1924 ഏപ്രിൽ 20 പുതിയ തുർക്കി ഭരണഘടന നിലവിൽ വന്നു. ഇത് തുർക്കിയെ ഒരു മതേതര റിപ്പബ്ലിക്കായി ഉറപ്പിച്ചു. തുർക്കിയിലെ ഖലീഫമാരുടെ അവകാശങ്ങളും സ്ഥാനവും നിർത്തലാക്കുന്നതിന് ഉത്തരവാദി ആരായിരുന്നു? മുസ്തഫ കെമാൽ പാഷ. ആധുനിക തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കെമാൽ പാഷയാണ് 1924 ഖിലാഫത്ത് നിർത്തലാക്കിയത്. ഇത് തുർക്കിയെ ഒരു മതേതര രാഷ്ട്രമായി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. ഖിലാഫത്ത് നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധിക്കുകയും മുസ്തഫ കെമാൽ പാഷയോട് അഭ്യർത്ഥിക്കുകയും ചെയ്ത പ്രമുഖ ഇന്ത്യൻ മുസ്ലിം നേതാക്കൾ ആരായിരുന്നു? ആഗാ ഖാനും സയ്യിദ് അമീർ അലിയും. 1924 തുർക്കിയിൽ ഖിലാഫത്ത് നിർത്തലാക്കിയപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഇത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. ആഗാ ഖാനും സയ്യിദ് അമീർ അലിയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മുസ്ലിം നേതാക്കൾ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ മുസ്തഫ കെമാൽ പാഷയോട് അഭ്യർത്ഥിച്ചിരുന്നു. തുർക്കിയിലെ വസ്ത്രധാരണ രീതികളിൽ മുസ്തഫ കെമാൽ പാഷ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? പുരുഷന്മാർക്കുള്ള ഫെസ്, തൊപ്പി, സ്ത്രീകൾക്കുള്ള ബുർഗ എന്നിവ പോലുള്ള പരമ്പരാഗത ശിരോവസ്ത്രങ്ങൾ നിരോധിക്കുകയും ആധുനിക യൂറോപ്യൻ വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മുസ്തഫ കെമാൽ പാഷ തുർക്കിയെ ആധുനികവൽക്കരിക്കുന്നതിനും മതേതരവൽക്കരിക്കുന്നതിനും നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പരമ്പരാഗത വസ്ത്രങ്ങൾ നിരോധിച്ചതും യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രധാരണം പ്രോത്സാഹിപ്പിച്ചതും അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. മുസ്തഫ കെമാൽ പാഷ സ്ഥാപിക്കുകയും തുർക്കി റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി. 1923 മുസ്തഫ കെമാൽ പാഷ സ്ഥാപിച്ച റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി CHP തുർക്കിയുടെ സ്വാതന്ത്ര്യസമരത്തിലും ആധുനിക തുർക്കി റിപ്പബ്ലിക്കിന്റെ രൂപീകരണത്തിലും നിർണായക പങ്ക് വഹിച്ചു. ഈ പാർട്ടി തുർക്കിയിലെ മതേതരത്വത്തിന്റെയും കെമാലിസത്തിന്റെയും പ്രധാന പ്രോത്സാഹകരായിരുന്നു. ആധുനിക തുർക്കിയുടെ സ്ഥാപകനായ മുസ്തഫ കെമാൽ അതാതുർക്ക് അന്തരിച്ചത് എന്നാണ്? 1938. ആധുനിക തുർക്കിയുടെ രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെടുന്ന മുസ്തഫ കെമാൽ അതാതുർക്ക് 1938 നവംബർ 10 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണം തുർക്കി ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. രാജ്യത്തിന്റെ മതേതരവും ദേശീയവുമായ ദിശയ്ക്ക് അദ്ദേഹം അടിത്തറയിട്ടു. തുർക്കിയിലെ സ്ത്രീകളുടെ അവകാശങ്ങളെയും കുടുംബഘടനയെയും സംബന്ധിച്ച് മുസ്തഫ കെമാൽ പാഷ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? പർദ്ദ സമ്പ്രദായവും ബഹുഭാര്യത്വവും അവസാനിപ്പിക്കുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തുർക്കിയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മുസ്തഫ കെമാൽ പാഷ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പർദ്ദ സമ്പ്രദായം നിർത്തലാക്കുകയും ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കുകയും ചെയ്തതിലൂടെ തുർക്കി സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സാമൂഹിക സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ അവസരങ്ങളും ലഭിച്ചു. ചരിത്രപരമായി അതിന്റെ ബലഹീനതയും വിദേശ ശക്തികളുടെ ചൂഷണവും കാരണം ഏഷ്യയുടെ രോഗി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? ചൈന. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ചൈനയെ പലപ്പോഴും ഏഷ്യയുടെ രോഗി എന്ന് വിളിച്ചിരുന്നു. ഇത് വിദേശ ശക്തികളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഇടപെടലുകൾക്ക് വിധേയമായിരുന്ന ചൈനയുടെ ദുർബലമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ചരിത്രപരമായി അതിന്റെ ശക്തിക്ഷയവും പ്രാദേശിക നഷ്ടങ്ങളും കാരണം യൂറോപ്പിന്റെ രോഗി എന്ന് അറിയപ്പെട്ടിരുന്ന രാജ്യം, പ്രത്യേകിച്ച് ഓട്ടോമൻ സാമ്രാജ്യം ഏതാണ്? തുർക്കി. ഓട്ടോമൻ സാമ്രാജ്യം. 19-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യം യൂറോപ്പിന്റെ രോഗി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സാമ്രാജ്യത്തിന്റെ ശക്തിക്ഷയവും നിരവധി യുദ്ധങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെയുമുണ്ടായ പ്രാദേശിക നഷ്ടങ്ങളുമാണ് ഈ വിശേഷണത്തിന് കാരണം.